ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കുട്ടിപ്പരേൻ്റെ ഇനാഗ്രേഷൻ വീഡിയോ ആണെന്ന് നമ്മൾ ചെയ്യണേ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി നമ്മളെ കുട്ടിപ്പരേൻ്റെ ഇനാഗ്രേഷൻ വീഡിയോ ഇടാൻ. അപ്പം നമ്മൾ അതാണ് ഇന്ന് ചെയ്യാൻ പോണേ. അപ്പോൾ ഈ വീഡിയോനൊരു പ്രത്യേകത ഉണ്ട്. ഇത് കണ്ണാപ്പി അല്ല വീഡിയോ എടുക്കണേ. നമ്മൾ കുട്ടിപ്പര ഉണ്ടാക്കിയ നമ്മുടെ കുട്ടികളാണ് ഇന്ന് വീഡിയോ എടുക്കണേ. അപ്പോൾ ഞാൻ നമ്മുടെ സ്വന്തം ഉണ്ണിയൻ. നമ്മുടെ യൂട്യൂബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടല്ലോ. അപ്പോൾ അതെ ഇവര് നമ്മുടെ ഉദ്ഘാടനം ടൈം ഏകദേശം ആയിട്ടുണ്ടല്ലേ. ഓക്കെ, ഇവർ എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ചെയ്യണില്ല. ഇവർ തന്നെ ചെയ്യും അല്ലേ. ഇവരുണ്ടാക്കിയ വീടാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇവരൊക്കെ തന്നെയാണ്. ഉള്ളതിൽ ചെറുത് നന്ദും പൊന്നും എല്ലാവരും ഉണ്ട്, ഉണ്ണിയും വാച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവർ തന്നെ അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തോട്ടെ. തുടങ്ങിക്കോ എല്ലാ പരിപാടികളും. ഗൈസ്, അങ്ങനെ അവർ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകണം. കുഞ്ഞിപ്പരയുടെ ഉദ്ഘാടനം. അപ്പോൾ റൂം എന്താണ് റിബൺ കട്ട് ചെയ്ത് അവർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വലുതായ ചേച്ചി കയറിക്കോ. ചെരുപ്പൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഇത് നമ്മൾ എന്നിട്ട് ഇതുവരെ വീഡിയോയിൽ വന്നിട്ടില്ല. ഇത് ആൻഡ്രിയ, ഇത് ആൻ്റണിയുടെ സിസ്റ്ററാണ് ആൻഡ്രിയ. ഒരു ഹായ് കൊടുത്തടാ. ഹായ്. നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള പിള്ളേർ സെറ്റൊക്കെയാണ്. ഓക്കെ, ഇത് ഇവിടെ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഉണ്ണി വേറെ ഇതൊക്കെ കുറേ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ. സെറ്റപ്പ്. മിഠായി കൊടുക്കല്ലേ? മിഠായി കൊടുത്തു എല്ലാവർക്കും. എന്നാ ഇനി വമ്പൻ സെറ്റപ്പൊക്കെ ആയിട്ടാണ് വന്നത് എല്ലാവർക്കും കൊടുക്കാനായിട്ട് മിഠായിയൊക്കെ. ആദ്യം മിഠായിയോ ഉണ്ണി മിഠായിയൊക്കെ തന്നിട്ടാ. കച്ചാമാങ്കോ സെറ്റ് എല്ലാവർക്കും കൊടുത്തോ. നെല്ലിമ അവിടെ ഉണ്ട്, കൊടുത്തോ. അപ്പോൾ ഇത് എന്തിനാണ് ഇത് വെച്ചാണ്? ചുമ്മാ ലൈറ്റ് ഇട്ടാൻ വേണ്ടി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബലൂണ് കാര്യങ്ങളൊക്കെ ഇവർ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കെട്ടി നല്ല അലങ്കരിച്ച് അടിപൊളിയാക്കി. ആദ്യം നമ്മൾ ചെയ്തേക്കണേൽ സൈഡൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സൈഡൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കാറുണ്ട്. മേലത്തെ ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫുൾ ക്ലിയർ ആയിട്ടുള്ള ഷീറ്റ് ഇട്ടു. പിന്നെ സൈഡാണെന്നുണ്ടെങ്കിലും കുറച്ച് സംഭവങ്ങളൊക്കെ അവർ പുതിയതായിട്ട് കൊണ്ടുവന്നു. അതെന്തായാലും നല്ല രസമായിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ. ചെറിയൊരു കുഞ്ഞിപ്പരയാണ്. അവരുടെ ഓവറായിട്ടെന്ന് പറയാനില്ലെങ്കിലും ഇവരെന്താണ് കളിക്കുമ്പോൾ ഉള്ള ആ ഒരു സെറ്റപ്പ് അല്ലേ ഉണ്ണി? ഈ കുഞ്ഞിപ്പരയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അതെ അതെ അതെ, ഇവരെല്ലാവരും ഇന്ന് രാവിലെ തൊട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു. ബലൂൺ കെട്ടാനാണെങ്കിലും എല്ലാം സെറ്റാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ട് ഇവരുടെ കുറേ സെറ്റപ്പുകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ പുറത്തായിട്ട് നേരത്തെ നമ്മുടെ പൊന്നു കാണിച്ചു തന്ന സാധനം. എടാ, ഇത് ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞത് എന്താ സംഭവം? ഇത് നമ്മളുടെ ഇപ്പം നമ്മൾ സ്നാക്സോ പ്ലേറ്റോ വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഊഞ്ഞാലിൽ പോയി ഇരിക്കാം. അവിടെ ഇരുന്ന് വേണമെങ്കിൽ വല്ല പാത്രം വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. കഴിഞ്ഞാൽ അതിനകത്ത് സാധനങ്ങൾ ഇരുന്നാൽ അവിടെ ഇരുന്ന് തിന്നാം. ഒരു ടേബിൾ പോലെ വെച്ചേക്കാം. നമ്മളെ സാധാരണ നമ്മളൊക്കെ ചോറിനൊന്നും ടേബിൾ പോലെ. ഓക്കെ ഓക്കെ, ഇത് 3 ടൈൽസും കട്ട വെച്ചിട്ടാണ് അവർ ടേബിൾ പോലെ കുഞ്ഞ് സെറ്റ് ചെയ്തതാണ്. ഈ താഴെ ചെടിയൊക്കെ നട്ടിട്ടുണ്ടല്ലേ. നല്ല എന്താണ് അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ കുഞ്ഞിത് സെറ്റ് ചെയ്തിട്ട് താഴെ ചെടി നട്ട് റെഡി ആക്കിയിട്ട്. പിന്നെ ഇവരുടെ വേറൊരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മീനിടുന്ന കുളം. മീൻ കുളം എന്നൊക്കെ പറയാം. ഒരു കുഞ്ഞു സാധനം. എൻ്റെ ഉള്ളിൽ മീനുണ്ട് കേട്ടോ. വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് അറിയില്ല. നോക്കാന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് മീനാണ് കിടക്കുന്നത്? ഗപ്പിയാ? അതെ, കാണാൻ. അവിടെ കുഞ്ഞു കുഞ്ഞു ഗപ്പികളുണ്ട്. കുറേ ഉണ്ടല്ലോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തേണ്ടോ? രാവിലെയും വൈകിട്ടും. പൊളി. കുറേ കുഞ്ഞു കുഞ്ഞു ഗപ്പികളുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആവണില്ല, പക്ഷേ കുറേ കുരു 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 എന്നുള്ള ഗപ്പി മീനുകളുണ്ട്. പിന്നെ ഇവിടെ ഊഞ്ഞാലുണ്ട് അവർക്ക് സെറ്റാക്കിയിട്ട്. ഇതിപ്പോൾ നമ്മളെ കണ്ടത് ആ പേരിപ്പോഴും മാറ്റിയിട്ടില്ല കേട്ടോ. സൺറൈസ് ഹൗസ് അല്ലേ? ആ നമ്മൾ ഇതിൻ്റെ
സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ഒരു പേരൊക്കെ തന്നെ അവർ ഇട്ടേക്കണം. പിന്നെ അതെ ഇവിടെ ഉണ്ട് വീട് ഉണ്ടാക്കിയാലുള്ള ടീംസൊക്കെ വാവച്ചി, പൊന്നു, ആൻ്റണി, ഉണ്ണി, ആൻഡ്രിയ, അതെ അവിടെ നന്ദു, കല്യാണിയും കൂടി ഉണ്ടായി. പക്ഷെ കല്യാണി എങ്ങാണ്ട് പോയി അല്ലേ. പിന്നെന്താ വീടിൻ്റെ മെയിൻ വേറെ പ്രത്യേകതകളൊക്കെ? ഇത് നിങ്ങൾ ഇത് കഴിയുമ്പോൾ പൊളിക്കോ അതോ ഇവിടെ ഇട്ടോ? നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വന്നിരിക്കാനൊക്കെ വർത്താനം പറയാനും കളിക്കാനൊക്കെ. ഓക്കെ, സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അവർ ആ ഒരു സ്ലൈഡർ ഉണ്ടായിരുന്നു കുറച്ച് മാറ്റി റെഡി ആക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ പിടിച്ച് വലിക്കണ ഒരു സെറ്റപ്പൊക്കെ ആക്കിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യം ഇത്രയും വലിയതൊന്നും അല്ലായിരുന്നു, ചെറുതായിട്ടായിരുന്നു. അത് ഓക്കെ ആക്കി. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇത് പക്ഷേ അനക്കാനൊന്നും വലിയ സൺറൈസ് ഹൗസ് എന്ന് പറയണം. പിന്നെ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി. കസേരയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ, കസേര, ഒരു ചൂല്. പിന്നെ എന്തൊട്ടൊക്കെയാണ് ഈ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ മെയിനായിട്ട് വെക്കണ സംഭവങ്ങൾ? അന്ന് നമ്മൾ നോക്കിയപ്പോൾ കവർ ചെയ്തിട്ടുണ്ടായില്ല അല്ലേ? ഓക്കെ, അതെന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. അതെ, വെയിലൊക്കെ ഇല്ലാത്ത സമയത്ത് നല്ല അടിപൊളിയാണ്. നല്ല ആംബിയൻസ് കാര്യങ്ങളൊക്കെയാണ്. ഉണ്ണി എല്ലാവർക്കും ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എടുത്തോ ചായ എടുക്ക്, ചായ എടുക്ക്, എല്ലാവരും എടുത്തോ. ഈ ചായ ഉണ്ടാക്കിയത് കണ്ണാപ്പിന്റെ അമ്മയാണ്, ഞങ്ങളുടെ വല്യമ്മയാണ് ഈ ചായ ഉണ്ടാക്കിയേക്കണേ കേട്ടോ. അപ്പൊ അതാർക്കാ? നിനക്ക് നീ എടുത്തോ. ആ പാത്രം അതിന്റെ വെള്ളം വേണമെങ്കിൽ വെച്ചോ. ഇപ്പോഴായിട്ട് അതിന്റെ ഉപയോഗം മനസ്സിലായത്. അവൻ കൊണ്ടു വയ്ക്കണ പാത്രമൊക്കെ വയ്ക്കാനായിട്ട് നല്ല ഒരു സെറ്റപ്പായിട്ട് വയ്ക്കാല്ലേ. കുഴപ്പമില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പിള്ളേരുകളൊക്കെ ഇത് നല്ല ചൂടുണ്ടല്ലേ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? എന്താ പറയാനുള്ള പറഞ്ഞോ? പ്രത്യേകിച്ച് നമ്മള് ഈ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾക്ക് വേറെ ഒരു കാര്യം വേണ്ട. നമ്മളിപ്പോൾ എന്താണ് 2-3 ദിവസം വീഡിയോ ആയിട്ട് എന്താണ് ഇവരുടെ ഒരു കുഞ്ഞിപ്പരയുടെ ഇത് തന്നെയായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ട്. വലിയ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടണമെന്നൊന്നുമല്ല. പക്ഷേ നമ്മളെന്താണ് നമ്മുടെ പിള്ളേരുകളാണ് നമ്മളിതെന്ന് നമ്മുടെ ഈ ചാനലിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ സെറ്റിൻ്റെയും നമ്മൾ നടക്കുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ്. അല്ലാതെ നിങ്ങൾ വലിയ ആന കണ്ടൻറ്റൊന്നും പ്രതീക്ഷിച്ച് നമ്മുടെ ചാനലിലേക്ക് വരരുത്. നമ്മൾ ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജസ്റ്റ് എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകളാണ് വരിക. അപ്പോൾ എന്താണ് നമ്മുടെ ഉണ്ണിയുടെ ഒക്കെ വീഡിയോ ഇനിയും വരും അല്ലേ? അതെ, ഉണ്ണീനെയും കൊണ്ട് ഫിഷിങ്ങിന് പോകണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ണിക്ക് കുറച്ച് ഫാമൊക്കെ ഉണ്ട്. ഫാമല്ല, മീൻ വളർത്തണേ. അപ്പോൾ ഉണ്ണിയുടെ ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ എത്താം. അതുപോലെ അതെ ഇവിടെ പൊന്നൂനും ഇട്ടിട്ട് മീൻ വളർത്തണേ. പൊന്നൂൻ്റെ കെപ്പിലടിയാ കിടക്കണം മൊത്തം. 2 പേരുണ്ട്. ഇവിടെ പൊന്നൂൻ്റെ ആടൊക്കെ ഉണ്ട്. ഇവിടെ കുടിയിൽ ഇത് എവിടെയൊക്കെ കണ്ട. ഓക്കെ, അപ്പോൾ എന്താണ് ഇവരുടെ വീട്ടിലെ ഇവർ വളർത്തണ മീൻ കുഞ്ഞുങ്ങളാണ് ആ ഇതിൽ കൊണ്ടിട്ടേക്കണേക്കെ. അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസ് ഉണ്ണീനെ ഇനിയും നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരും അല്ലേ? ഉണ്ണി വരില്ലേ? വരും. അപ്പോൾ അതെ, അപ്പോൾ ഉണ്ണി ഉണ്ടാവും, നന്ദു ഉണ്ടാവും, പൊന്നുണ്ടാവും, എല്ലാവരും ഉണ്ടാവും ഇവിടെ ഉള്ള. നമുക്കപ്പോൾ എന്താ ഇനിത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അല്ലേ? ഇപ്പം നമ്മൾ കുഞ്ഞിപ്പുരമാണത്. ഇനി നമുക്ക് ഇതിലും വലുത് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി അടുത്ത ദിവസം വീഡിയോ സെറ്റാക്കാമെന്ന് വിചാരിക്കണു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ തൊട്ടടുത്ത് തന്നെ അയൽവക്കത്ത് താമസിക്കുന്ന ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റിട്ടയർഡായ അധ്യാപികയാണ്. അപ്പോൾ ശ്രീമതി സുമിത ടീച്ചർ. അപ്പോൾ സുമിത ടീച്ചർ ഞങ്ങളുടെ കുഞ്ഞിപ്പര കാണാനായിട്ട് ഞങ്ങളുടെ എന്താണ് പിള്ളേർ സെറ്റിനൊക്കെ സന്തോഷത്തിലാക്കാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ആ ഒരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു അനുഭവമായിരുന്നു അതൊക്കെ. ടീച്ചർക്ക് ഞങ്ങള് ഇവരെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. വേറെ ഉണ്ടാക്കിയ പിള്ളേരുകളെ ഉദ്ഘാടനം ചെയ്യണ്ടേ. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകാതെ. അപ്പോൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. ഇനി നമ്മുടെ ഈ കുട്ടികളുടെ വീഡിയോ വരുന്നതാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഗുഡ് ബൈ.